20,000-ഓളം വോട്ട് പിടിച്ച PV അൻവറാണ് നിലമ്പൂരിലെ താരം. രണ്ട് മുന്നണികളുടെയും വോട്ട് നേടിയെങ്കിലും LDF വോട്ടാണ് കൂട്ടമായി ചോർന്നെത്തിയത്. അൻവറിന്റെ വോട്ട് കൂടി ഭരണവിരുദ്ധ വികാരത്തിന്റെ കോളത്തിൽ ചേർക്കുന്നു UDF. ഒറ്റയ്ക്ക് നിന്ന് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ. എന്നല്ല, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. നമുക്കെന്ത് കരുത്താ? ജനങ്ങളുണ്ടപ്പോൾ നല്ല കരുത്തുണ്ടാവും. ഇതൊക്കെ എന്ത്? ഞാൻ പറഞ്ഞ പച്ചയായ സത്യം നിലമ്പൂരിൽ ജനങ്ങൾക്കത് മനസ്സിലായി. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയുന്ന കാര്യം. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. അൻവർ ഇത്രയും വോട്ട് കിട്ടിയത് ചില്ലറ കാര്യമൊന്നുമല്ല, സമ്മതിക്കുന്നു. കാരണം പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അദ്ദേഹം 9 കൊല്ലം MLA ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ കുറേ പേഴ്സണൽ വോട്ട് കിട്ടും. അൻവറിന് ലഭിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മോനെ, നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാണ് നീ ഇവിടം വരെ എത്തിയത്. ഇപ്പൊ BJP കാൻഡിഡേറ്റ് നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അദ്ദേഹം അവിടെ 9 വർഷക്കാലം MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചൊരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു. ശരിയാ, നമ്മൾ അവനെ ദ്രോഹിച്ചു. എന്തിനാ? അവൻ നന്നാവാൻ. അവന്റെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടത് അവന് വേണ്ടി. അധികം കഴിച്ചാ അജീർണം വരുന്നല്ലേ? അൻവറിന്റെ മുമ്പിൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളും അതാണ്. ഈ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ പതാകവാഹകർ UDF അല്ലേ? അതിനോടൊപ്പം അദ്ദേഹം നിൽക്കണം. അതാണ് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന പാഠം. നമ്മളവനെ തെറി പറഞ്ഞത്, തല്ലിയത്. നന്നാവാൻ ഒക്കെ നന്നാവാൻ വേണ്ടിയാ. ഇപ്പതാ അവൻ നന്നായില്ലേ? ചിലരങ്ങനെയാ, തല്ലിയാലേ നന്നാവും. നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് UDF ആകുന്ന ട്രെയിനിൽ കയറാതെ കലഹിച്ചു നിന്ന അൻവറിന് ഇനി സ്റ്റേഷനുകൾ അധികമില്ല. ഏതു സ്റ്റേഷനിൽ നിന്നും കയറാമെന്ന് മുസ്ലിം ലീഗ് പറയുന്നുവെങ്കിലും വാതിൽ കൊട്ടിയടച്ചിരിക്കുകയല്ലേ? അടച്ചത് തന്നെയാണ്. അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഐ ഉണ്ടെങ്കിൽ ഐ ഓപ്പൺ ആവും. ഞാൻ അൻവറെ കൂടെ കൂട്ടാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയ ഒരാളാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടിയും ഞാനും അതിനുവേണ്ടി അവസാനം വരെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി അവരുമായി സംസാരിച്ച് അതിന്റെ ശ്രമം നടത്തിയ ആളാണ്. ഞങ്ങൾ അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറായി UDF-ൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതാണ്. അൻവർ ഇനി കൂടെ ഉണ്ടാവണോ വേണ്ടേ എന്നുള്ള വിഷയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അത് പൊളിറ്റിക്കലാണ്. അത് UDF ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞങ്ങളതാണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം പറയേണ്ട ഒരു കാര്യമൊക്കെ പണ്ടും പറഞ്ഞിട്ടില്ല. അൻവറിന് നിലമ്പൂർ സ്റ്റേഷനിൽ കയറാമായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. ഇനി സ്റ്റേഷനിൽ ധാരാളം ഉണ്ടല്ലോ, കയറിക്കും. അവൻ പുറത്തു നിന്നാൽ മതി. സ്റ്റേഷനിൽ ഡ്രൈവറെ ആരും അകത്ത് കയറ്റാറില്ല. അത് കാറ്റുപോയ ഒരു ബലൂണാണ്. കാരണം ഇനി ഒരിക്കലും അദ്ദേഹവും UDF-മായി ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് തുറക്കാമല്ലോ വാതിലിന് എന്തിനാ താക്കോലെന്തിനാ ഈ വാതില് പണിയുന്നവർ താക്കോല് വെക്കുന്ന എന്തിനാ? വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. വാതിലുകൾ സ്ഥിരമായിട്ട് അടയ്ക്കുന്നില്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയും. അൻവർ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF-നെ സഹായിക്കാൻ തയ്യാറായാൽ ചർച്ച ചെയ്യും. ആരെങ്കിലും ഒന്ന് തീർത്ത് പറയണം. ഞാൻ നിൽക്കണോ പോണോ? UDF എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. പിന്നെ ഇപ്പോൾ അത് മുൻഗണനയിലൊന്നുമില്ല. ആ വിഷയം നമ്മുടെ മുൻഗണനയിലൊന്നും പ്രയോറിറ്റിയിലൊന്നും ആ വിഷയം ഇപ്പം ഇല്ല. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു ആ വിഷയം വന്നാൽ അപ്പോൾ UDF കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഇല്ല. എന്തായാലും ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്.